ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് ഓരോ മലയാളികളും. ഇതിനോടകം തന്നെ നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളുടെ പേരാണ് പലരും പ്രഡിക്ഷൻ ലിസ്റ്റിലൂടെ പറയുകയും ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിൻ്റേത്. നടനും അതുല്യ കലാകാരനുമായിരുന്ന കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു. കിച്ചു എന്ന് പറയുമ്പോഴാണ് മലയാളികൾക്ക് എല്ലാവർക്കും രാഹുലിനെ ഏറെ പരിചയം. രണ്ടാം അമ്മയായ രേണു സുധിയും കിച്ചുവും തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ആ അമ്മയും മകനെയും കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമായിരുന്നു. അത്രത്തോളം സ്നേഹബന്ധത്തിലായിരുന്നു ഇരുവരും മുന്നോട്ട് പോയത്. എന്നാൽ അമ്മയ്ക്കിപ്പോൾ ക്യാൻസർ എല്ലാം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ്. ഇതിനിടയിൽ പോലും രേണു സുധിയും കിച്ചുവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാര്യം ചോദിക്കുകയാണ്, കിച്ചുവിന് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ തന്നെയും രേണുവും കിച്ചു ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും തിരക്കുന്നത്. അതായത് ഒരുപാട് മോശം സാഹചര്യങ്ങളിലും തൻ്റെ രണ്ടാം അമ്മയായ രേണുവിനെ ചേർത്ത് പിടിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു കിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് കിച്ചു അമ്മയായ രേണുവിൽ നിന്നും അകലം പാലിച്ചു. രണ്ടാം അമ്മയാണെങ്കിലും സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ നോക്കിയതും വളർത്തിയതും എന്നാണ് രേണു പലപ്പോഴും പറയാറുള്ളത്. അതിൽ മറ്റൊരു അഭിപ്രായവും കിച്ചുവിനുമില്ല. എന്നാൽ ഈ അടുത്തിടെയായിട്ട് ഇരുവരും അത്ര നല്ല രസത്തിലല്ല പോകുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും നാടകമാണോ എന്നും ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടാണോ എന്നുമാണ് പ്രേക്ഷകരെല്ലാവരും തിരക്കുന്നത്. പൊതുവെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ബിഗ് ബോസിലേക്ക് വന്നെത്താറുള്ളത്. അങ്ങനെ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിലേക്ക് വേണ്ടിയിട്ടാണോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത്. അതേസമയം അതിനൊരു ഉത്തരം കിച്ചുവോ രേണുവോ നൽകിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.